പ്രിലിംസ് 2024 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ജിയോഗ്രഫി എന്നുള്ളതാണ്. വിത്ത് റെഫറൻസ് ടു വാട്ടർ വേപ്പർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് എ ഗ്യാസ് ദ എമൗണ്ട് ഓഫ് വിച്ച് ഡിക്രീസസ് വിത്ത് അൾട്ടിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഇതൊരു ഗ്യാസ് ആണ്. രണ്ടാമത്തത് ഭൂമിയിൽ നിന്ന് ഉയരം കൂടുന്നതിനനുസരിച്ച്, അൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്നതിനനുസരിച്ച് ഇത് കുറയും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ നോക്കാം, തെറ്റാണോ നോക്കാം. പേരിൽ തന്നെ വാട്ടർ വേപ്പർ എന്നാണ് അല്ലേ. അപ്പൊ വേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പറൈസേഷൻ അല്ലെങ്കിൽ വാപ്പറൈസ്ഡ് ഫോം, അതായത് ഗ്യാഷ്യസ് ഫോം ആണ്. അതായത് വെള്ളത്തിന്റെ ഗ്യാഷ്യസ് ഫോമിനെയാണ്, ഗ്യാസ് രൂപത്തിലുള്ള വെള്ളത്തിന്റെ രൂപത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നതായിട്ടുള്ളത്, വാപ്പർ, വാട്ടർ വേപ്പർ എന്ന രീതിയിൽ വിളിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. സോളിഡ് ഫോമിനെ നമ്മൾ ഐസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ വേപ്പർ ഫോമിനെയാണ് നമ്മൾ വാട്ടർ വേപ്പർ എന്ന രീതിയിൽ വിളിക്കാറുള്ളത്. സോ ഇറ്റ് ഈസ് എ ഗ്യാസ് എന്ന് പറയുന്നത് ശരിയാണ്. വെള്ളം തിളച്ച് നീരാവിയാവുന്നതിനെയാണ് വാട്ടർ വേപ്പർ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പോർഷൻ ശരിയാണ്. രണ്ടാമത്തത് ദ എമൗണ്ട് ഓഫ് വിച്ച് ഡിക്രീസസ് വിത്ത് അൾട്ടിറ്റ്യൂഡ് എന്നുള്ളതാണ്. ഇതിന്റെ അളവ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്നതിനെയാണ് അൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്, ഉയരം. ഈ അൾട്ടിറ്റ്യൂഡിനനുസരിച്ച് കുറയും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് വാട്ടർ വേപ്പർ രൂപപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, വളരെ ബേസിക് ജിയോഗ്രഫി ആണ്, നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഇത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ജലാശയം ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പോൾ സൂര്യന്റെ രശ്മികൾ നമ്മുടെ ഭൂമിയിൽ പതിക്കും. ഈ ഭൂമിയിൽ പതിക്കുമ്പോൾ ഈ വെള്ളം നീരാവിയായിട്ട് ഇത് മുകളിലോട്ട് ഡെൻസിറ്റി കുറഞ്ഞിട്ട് ചൂടായിട്ട് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ഒരു സ്ഥലത്ത് ഇവിടെ എന്തുണ്ടാവും, കൂടുതൽ വാട്ടർ വേപ്പർ ഉണ്ടാവും. മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അതിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് മുകളിൽ പോയിട്ട് മേഘമായിട്ട് മാറും, ക്ലൗഡ് ആയിട്ട് മാറും. അത് പിന്നീട് മഴയായിട്ട് മാറും. വാട്ടർ സൈക്കിള് അല്ലെങ്കിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നും വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്, ഭൂമിയുടെ ഉപരിതലത്തിന്റെ അടുത്താണ് കൂടുതലായിട്ട് വാട്ടർ വേപ്പർ ഉണ്ടാവുക. മുകളിലോട്ട് പോകും തോറും വാട്ടർ വേപ്പറിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉയരത്തിനനുസരിച്ച്, അൾട്ടിറ്റ്യൂഡിനനുസരിച്ച് വാട്ടർ വേപ്പറിന്റെ അളവ് കുറയും എന്ന് പറയുന്നത് വളരെ ബേസിക്കലി, വളരെ സിമ്പിൾ ആയിട്ട് ജിയോഗ്രഫിയിൽ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 2 ഓൺലി പോയി, അതുപോലെ തന്നെ നെയ്തർ 1 നോർ 2 പോയി. കാരണം ബോത്ത് 1 and 2 or 1 ഓൺലിയിലേക്ക് ഉത്തരം ചുരുങ്ങി. ഇറ്റ്സ് പെർസെൻറ്റേജ് ഈസ് മാക്സിമം അറ്റ് പോൾസ്. ഏതിന്റെ പെർസെൻറ്റേജ്, വാട്ടർ വേപ്പറിന്റെ പെർസെൻറ്റേജ് ഈസ് മാക്സിമം അറ്റ് ദ പോൾസ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് വാട്ടർ വേപ്പർ ഫോം ചെയ്യുന്നത് എന്നുള്ള ഒരു സിമ്പിൾ ഐഡിയ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാൻ പറ്റും. കാരണം സൂര്യന്റെ എനർജിയിൽ നിന്നാണ്, സൂര്യന്റെ ഊർജ്ജത്തിൽ നിന്നാണ് വാട്ടർ വേപ്പർ ഫോം ചെയ്യുന്നത്. സൂര്യന്റെ രശ്മികൾ അല്ലെങ്കിൽ സൂര്യന്റെ ചൂട് കൂടുതൽ എവിടെയായിരിക്കും, ഇക്വേറ്റർ പ്രദേശത്താണ് ഏകദേശം ഉണ്ടാവുക അല്ലെ. ഏകദേശം ഇക്വേറ്റർ ചുറ്റുപറ്റിയുള്ള ട്രോപ്പിക്കൽ പ്രദേശത്താണ് നമുക്ക് കൂടുതൽ സൂര്യന്റെ ചൂട് ഉണ്ടാവുക. മറിച്ച് പോൾസ് പ്രദേശത്തോ ധ്രുവ പ്രദേശങ്ങളിലോ അവിടെ സൂര്യന്റെ ചൂട് കുറവായിരിക്കും. അപ്പോൾ എവിടെയായിരിക്കും വെള്ളം നീരാവിയായി പോകാൻ സാധ്യത കൂടുതൽ, ഇക്വേറ്റർ പ്രദേശത്താണ്. സോ പെർസെൻറ്റേജസ് മാക്സിമം എവിടെയായിരിക്കും, ഇക്വേറ്റർ പ്രദേശത്ത് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ പ്രദേശത്ത്. ഇക്വേറ്ററിന്റെ രണ്ട് സൈഡും ചേർന്നതിനെയാണ് ട്രോപ്പിക് എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ പ്രദേശത്ത് അല്ലെങ്കിൽ ഇക്വേറ്ററിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക, പോൾസിലല്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ജിയോഗ്രഫിനെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് വാട്ടർ വേപ്പർ ഫോം ചെയ്യുന്നത്, ആ ഒരു വാട്ടർ വേപ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഉത്തരം 1 ഓൺലി എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ ഇത് എവിടെയാണ് ഉള്ളത്, ബേസിക് ജിയോഗ്രഫിയിലുണ്ട്. ക്ലാസ് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ജിയോഗ്രഫി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് വരും. അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ വാട്ടർ വേപ്പർ ഇൻ അറ്റ്മോസ്ഫിയർ എന്നുള്ള പോർഷനിലെ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള വിവിധ കോമ്പോണൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ വാട്ടർ വേപ്പറിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വാരിയബിൾ ഗ്യാസ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് ഇറ്റ് ഡിക്രീസസ് വിത്ത് അൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സാക്ട്ലി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വാം ആൻഡ് വെറ്റ് ട്രോപ്പിക്സിൽ 4% വരെ വോളിയം കാണാൻ പറ്റും. ഡ്രൈ കോൾഡ് ഏരിയാസിൽ, അതായത് ഡെസേർട്ടിലും പോളാർ ഏരിയാസിലും 1% മാത്രമാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട്. അതായത് വാട്ടർ വേപ്പർ ഡിക്രീസസ് ഫ്രം ഇക്വേറ്റർ ടു പോൾസ് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇക്വേറ്റർ പ്രദേശത്തും ഏറ്റവും കുറവ് പോൾ പ്രദേശത്തിലുമാണ് എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി ലേണേഴ്സിന്റെ ജിയോഗ്രഫി ക്ലാസ്സിൽ നിന്നുള്ള സ്ലൈഡ്സ് ആണ്. അപ്പോൾ ജിയോഗ്രഫി എന്ന് ചോദിച്ചാൽ മിക്കവാറും ചോദ്യങ്ങൾ ലേണേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. കാരണം NCERT ബേസ്ഡ് ആയ ക്ലാസ് ചോദ്യങ്ങൾ NCERT നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ജിയോഗ്രഫി ഈ ഒരു 2024 നോക്കുമ്പോൾ NCERT is ഫുൾ NCERT ആണ് ചോദ്യങ്ങൾ. സോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ബേസിക് കൺസെപ്റ്റുകളാണ് ചോദിക്കുന്നതായിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ
ഇതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണെന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ്. കറണ്ട് അഫയേഴ്സും UPSCക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫയേഴ്സിലെ കൂടുതൽ ഡെയിലി ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സിന്റെ അനാലിസിസുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലേണേഴ്സിന്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് ഡെയിലി ന്യൂസ് അനാലിസിസുകൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. കറണ്ട് ഇവന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും UPSCക്ക് ചോദിക്കാറുണ്ട്. ഇനി ലേണേഴ്സിന്റെ ജിയോഗ്രഫി കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.